ED ഇന്ന് ശശിധരൻ കർത്തായെയും മകൻ ശരത് എസ് കർത്തായെയും ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തായുടെ മകള് ഷിബി എൻ കർത്തായെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അവരെ CMRLന്റെ കീഴിലുള്ള എംപവർ ഇന്ത്യ, അതുപോലെ നിപുണ എന്ന സ്ഥാപനം, ഇതിലെ ഒക്കെ പ്രവർത്തിക്കുന്ന ഡയറക്ടർമാരൊരാളാണ്. പക്ഷേ നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ് ഷിബി എൻ കർത്ത. അപ്പോൾ അവരെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ED നോട്ടീസ് കൊടുത്തതിൽ വീണ അല്ലെങ്കിൽ വീണ വിജയൻ അവധി ചോദിച്ചിരിക്കുന്നു. അവർ ബുധനാഴ്ച ഹാജരാകും. വീണ്ടും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഹാജരാകും എന്ന് കരുതുന്നു. എന്തായാലും ഹാജരാകുന്നതാണ് ഉത്തമം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ അറസ്റ്റും ഒക്കെ വരും. പൊതുവായി അവർക്ക് ഇപ്പോഴേ ചോദ്യം ചെയ്യാനുള്ള ഒരവസരം ഇവർക്കെല്ലാവർക്കും പൊതുവായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ അതിന് സംശയം തോന്നുന്നെങ്കിൽ, അറസ്റ്റിലേക്ക് നീങ്ങുമെന്നെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലാതെ EDയുടെ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല. അത് വാറണ്ടുമായിട്ട് വരും, അറസ്റ്റ് വാറണ്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പോകാതിരിക്കാൻ അവരുടെ അന്വേഷണത്തിൽ സഹകരിക്കുക. ഇനി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക, ഇല്ലെങ്കിൽ പണം എങ്ങോട്ട് പോയെന്ന് മാത്രം പറയുക. അല്ലെങ്കിൽ പണം എങ്ങോട്ട് പോയ എന്ന് പറയാൻ അറിവുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുടെ പേര് പറഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് ചോദ്യങ്ങൾ അവരോട് പോയി ചോദിച്ചോളും. അതുകൊണ്ട് വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന ഒഴിവാക്കാൻ കഴിയില്ല. അവർക്ക് ഇനിയുള്ള ചോദ്യം ചെയ്തതിൽ കൃത്യമായ ഉത്തരങ്ങൾ പറയണം. അതൊക്കെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പണം ആർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇത് ആരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പേര് പറയുക എന്നുള്ളൂ. അല്ലാതെ ഇതിന് ഒരു മോചനം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. EDയുടെ ശശിധരൻ കർത്തായെയും അതുപോലെ തന്നെ ശരൺ കർത്തായെയും ചോദ്യം ചെയ്യുമ്പോൾ ഈ മൊത്തം EDക്ക് എത്ര കോടി രൂപയുടെ വരുമാനം ഉണ്ടായെന്ന് പറയേണ്ടി വരും. ആ വരുമാനം എങ്ങനെയൊക്കെ ചെലവഴിച്ചു, ഏതൊക്കെ വസ്തുക്കളിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും പറയേണ്ടി വരും. ആർക്കൊക്കെ സംഭാവനയായിട്ട് കൊടുത്തു ഈ പണങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തു, അതും അവർ പറയേണ്ടി വരും. ഈ പണത്തിലെ ഏതെങ്കിലും പണം ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയോ ആ വിവരങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ എത്ര കോടി രൂപ അങ്ങനെ കൊടുത്തു, അത് വിദേശ പണമായിട്ടാണോ കൊടുത്തത്, അത് ഇന്ത്യൻ റുപ്പിയായിട്ടാണോ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ, ആ വിവരങ്ങളൊക്കെ പറയേണ്ടി വരും. അതേസമയത്ത് വിദേശത്ത് ഉള്ള അക്കൗണ്ടിൽ നിന്ന് പണം ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് ശശിധരൻ കർത്തായും അതുപോലെ തന്നെ CMRLും ആ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിന് ഉത്തരങ്ങൾ പറയേണ്ടി വരും. തൃപ്തികരമായ ഉത്തരമല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരന്വേഷിക്കുന്ന ആ അന്വേഷണത്തിൽ സഹകരിക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ല. വേറെ കോടതിയിൽ നിന്നൊരു സഹായം കിട്ടാവുന്ന മാക്സിമം കിട്ടിക്കഴിഞ്ഞു. ഇനി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഒരു സഹായം കിട്ടില്ല. അവരുടെ ചോദ്യത്തിന് ക്വസ്റ്റ്യനിങ്ങിന് വിധേയമാകുക അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അവർ അറസ്റ്റിലേക്ക് പോകുന്നെങ്കിൽ ആ നടപടിക്ക് വിധേയമാകുക, ജാമ്യം എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോകാൻ പറ്റുമെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോവുക. വലിയ സ്കോപ്പൊന്നും അതിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി DDയുടെ അന്വേഷണ വിധേയമായി മാത്രമേ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ശശിധരൻ കർത്തായുടെയും അതുപോലെ തന്നെ മകൻ്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാകും എന്ന് ഞാൻ കരുതുന്നില്ല. ED നാളെ ബുധനാഴ്ച വീണ വിജയൻ സഹകരിക്കുന്നെങ്കിൽ അവരെ ചോദ്യം ചെയ്ത ശേഷം ഇവർ രണ്ടുപേരും വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം മാത്രം വീണ വിജയന് ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.